നിലവിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് രാവിലെ മുതലാണ് ഇത് കാണാൻ തുടങ്ങിയത്. ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാണ്, ഇത് നിങ്ങളുടെ നാട്ടിലാണല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു മത ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ജില്ലകളിലെ ആളുകളാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് മനസ്സിലായത് സോഷ്യൽ മീഡിയയിൽ. ഇദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് മാനസിക രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് നേടുന്ന ഒരാളാണ്. മാസങ്ങളോളം കുതിരവട്ടത്ത് അദ്ദേഹം ചികിത്സയിൽ ഇരുന്ന ആളും കൂടിയാണ്. നിലവിലൊരു ആശ്വാസം എന്താ വെച്ചാൽ, നിലവിൽ ഇത് ഒരുപാട് കമൻറ്റ് ബോക്സിലൊക്കെ പോയപ്പോൾ ഇവർക്കിത് മനസ്സിലായിട്ട് ഇത് ദുരുപയോഗം ചെയ്യുന്ന പേജുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അഡ്മിന്മാർക്കൊക്കെ. പക്ഷെ അവർ ഇത് നല്ല രീതിയിൽ കൊണ്ടാടുന്നുണ്ട്. ഷെയർ ചെയ്ത് പോകുന്നവർ പോട്ടെ എന്നുള്ള ഒരു ധാരണയിലാണ് ഇവർ നിൽക്കുന്നത്. നമ്മളെ നാട്ടിൽ മതസൗഹാർദ്ദം വളരെയധികം കാത്തുസൂക്ഷിക്കുന്ന നാടാണ്. ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇവനിത് ഇട്ടതിലോ ഇതിലോ ഒരു പരാതി പോലും ഇല്ല. കാരണം ഇവർ മാസങ്ങളും വർഷങ്ങളോളമായിട്ട് ട്രീറ്റ്മെൻറ്റ് നേടുന്നൊരു വ്യക്തിയാണ്. എൻ്റെ അറിവിൽ തന്നെ ഏകദേശം 20 വർഷത്തോളമായിട്ട് ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരാളാണ്. മാനസിക വെല്ലുവിളി നേരിടുന്നൊരു വ്യക്തി കൂടിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു BJP അനുഭാവി കൂടിയാണ്. അത് ഞങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്ന് വെച്ചിട്ട് BJP എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇയാളെ മാനസിക പ്രയാസം മൂലമാണ് പോസ്റ്റ് ചെയ്തത്. അതായത് രോഗത്തിൻ്റെ കാഠിന്യം മൂലമാണ് ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളിപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇത്ര താടിയും മുടിയൊക്കെ വന്ന ഇത് ഞങ്ങളിപ്പോഴാണ് നാട്ടുകാർ ഇപ്പോഴാണ് കാണുന്നത്. ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾ നല്ലൊരു വ്യക്തി, അതായത് കുളിച്ച് നല്ല വൃത്തിയിൽ നടക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമ്മൾ ഒരു ഇൻസൈഡൊക്കെ ചെയ്തിട്ട് നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇയാൾ പൊതുവിലുണ്ടാവാറ്. നല്ല നാട്ടുകാരോടൊക്കെ നല്ല പെരുമാറ്റമാണ്. പക്ഷേ വീട്ടിൽ ഒരു അക്രമകാരിയാണെന്ന് നമുക്ക് സ്ഥിരമായിട്ട് അറിയാം. വീട്ടിൽ അച്ഛനും അമ്മനൊക്കെ അടിച്ച് പുറത്താക്കി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവരൊന്നും ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്നില്ല എന്ന് അറിയാൻ കഴിഞ്ഞ്. ഈ നിലവിലിത് എനിക്ക് പറയാനുള്ളത്, പുറത്തുള്ള നമ്മളെ മലയാളികളോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ ദയവായി ദുരുപയോഗം ചെയ്യരുത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇദ്ദേഹത്തിനോടോ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടോ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നൊരു കുടുംബമാണ്. അവർക്കും മാനസിക പ്രയാസം ഉണ്ടാക്കരുത്. ഞങ്ങളുടെ നാടിനെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത്. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്.